ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആവറേജാണ്. അതായത് ടൈപ്സ് ഓഫ് ആവറേജ് പഠിച്ചു. എത്ര ടൈപ്സ് ഉണ്ട് ആവറേജ് എന്ന്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് അരിത്തമെറ്റിക് മീനാണ്. അപ്പോൾ ഇനി നോക്കാനുള്ളത് ജിയോമെട്രിക് മീനാണ്. അതായത് ജിയോമെട്രിക് മീൻ. അതായത് ജിയോമെട്രിക് മീൻ എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ, അതായത് നമ്മൾ റൂട്ട് എടുക്കുക. അതായത് കിട്ടിയ നമ്മൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, അതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു സം ഓഫ് ഒബ്സർവേഷൻസ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റൂട്ട് എടുക്കുക. അതായത് സപ്പോസ് ഇപ്പോൾ n ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ജിയോമെട്രിക് മീൻ അല്ലെങ്കിൽ GM എന്ന് വെച്ചാൽ അതിൻ്റെ nth റൂട്ടാണ്. അതായത് n നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ nth റൂട്ട് അത്രയും ആ കിട്ടിയതിൻ്റെ ഒബ്സർവേഷൻ്റെ അപ്രോപ്രിയേറ്റ് റൂട്ട് ആണ്. അതായത് ആ പ്രോഡക്റ്റ് ഓഫ് n ഒബ്സർവേഷൻസിനെയാണ് നമുക്ക് കാണേണ്ടത്. അതാണ് ജിയോമെട്രിക് മീൻ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ജിയോമെട്രിക് മീൻ. അതായത് ഡെഫിനേഷൻ ഫോർ റോ ഡാറ്റ. ഒരു റോ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ജിയോമെട്രിക് മീൻ കാണാം എന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ സപ്പോസ് നമ്മളൊരു ഡാറ്റ സെറ്റ് എടുക്കുകയാണ്. അതായത് x1, x2, x3 എക്സെട്ര അപ് ടു xn വരെയുള്ളൊരു ഡാറ്റ, ഒരു റോ ഡാറ്റയാണ്. അതിൻ്റെ അകത്ത് n ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് xn വരെയാണുള്ളത്. അപ്പോൾ ഒബ്സർവേഷൻസ് n ഒബ്സർവേഷൻസ് ആവും. അപ്പോൾ നമുക്ക് ജിയോമെട്രിക് മീൻ കാണാൻ GM = n റൂട്ട് ഓഫ് x1, x2 എക്സെട്ര അപ് ടു xn. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായത് n ഉണ്ട്, റൂട്ട് അതായത് ആ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ജിയോമെട്രിക് മീൻ കാണാം. അപ്പോൾ അതിൽ നമുക്ക് അൽഗോരിതം, അതായത് യൂസിങ് അൽഗോരിതംസ്, നമുക്ക് അൽഗോരിതം വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതിൻ്റെ ഫോർമുലയാണ് താഴെ തന്നിട്ടുള്ളത്. അതായത് GM = ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് x/n. അപ്പോൾ ലോഗരിതം യൂസ് ചെയ്തിട്ട് ഈ ജിയോമെട്രിക് മീൻ്റെ ഒരു ഇക്വേഷനാണിത്, ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് x/n. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റോ ഡാറ്റേൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് GM ഓഫ് 4, 6, 9, 11 and 15. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റേൻ്റെ സൊല്യൂഷൻ, അതായത് GM നമുക്ക് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതായത് കിട്ടിയ വാല്യൂസിൻ്റെ ലോഗരിതം എടുക്കുക. അതായത് 4ൻ്റെ ലോഗ്, അതേപോലെ 6ൻ്റെ ലോഗ്, ഈ തന്നിരിക്കുന്ന വാല്യൂൻ്റെ എല്ലാം ലോഗ് x കാണാം. x തന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സിൻ്റെ ലോഗ് വാല്യൂ കാണാം, ലോഗരിതം. അപ്പോൾ നമുക്ക് എന്തായാലും ലോഗരിതം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് കണ്ടുപിടിക്കുക. പിന്നെ ജിയോമെട്രിക് മീൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് x/n. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ലോഗ് എക്സിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റ് എടുക്കുക. അവിടെ കിട്ടിയിരിക്കുന്നത് 4.5520 ആണ്. അപ്പോൾ ആൻറ്റിലോഗ് ഓഫ് 4.5520 അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n. അപ്പോൾ ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിലോഗ് ഓഫ് 4.5520/5 ചെയ്യാം. അപ്പോൾ ആൻറ്റിലോഗ് ഓഫ് നമുക്ക് കിട്ടുക 0.9104 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ആൻറ്റിലോഗ് ഓഫ് ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 8.136 ആണ്. അപ്പോൾ നമ്മൾ ആൻറ്റിലോഗും എല്ലാം കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ 8.136. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടാവും. എങ്ങനെയും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അടുത്തത് ഡെഫിനിഷൻ ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ നമ്മൾ ഡെഫിനിഷൻ ഫോർ എ റോ ഡാറ്റ ആണ്. അടുത്തതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് കാണാനുള്ളത്. അപ്പോൾ അതിൽ സപ്പോസ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ x1, x2, x3 എക്സെട്ര അപ് ടു xn ആണ് നമ്മൾ ഒബ്സർവേഷൻസ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് f1, f2 എക്സെട്ര അപ് ടു fm വരെ വരും. അപ്പോൾ നമ്മൾ GM കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിലോഗ് ഓഫ് സിഗ്മ f ഓഫ് ലോഗ് x/n ചെയ്യാം. ഇവിടെ n എന്ന് വെച്ചാൽ സിഗ്മ f ആണ്. അതായത് ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ കാണാം, സിഗ്മ അതായത് സമ്മ് കാണാം, സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസിയാണ് ഇവിടെ n.
അപ്പോൾ നമ്മളത് ചെയ്യാൻ ഒരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് GM ഓഫ് ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ടുള്ളത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ്. അപ്പോൾ ക്ലാസ് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നുള്ളത് 1, 3, 4 to 6, 7 to 9. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്ലാസ്സസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എഴുതാം, പിന്നെ അതിൻ്റെ എക്സ് വാല്യൂ എഴുതാം. നമുക്ക് എക്സ് വാല്യൂ എഴുതണം, പിന്നെ log x എഴുതാം, പിന്നെ f ഇൻറ്റു log x എന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം കിട്ടിയ ഫ്രീക്വൻസി എഫ്, അതായത് എഫിൻ്റെ ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി എഴുതാം, പിന്നെ അതേപോലെ log x അല്ല എഫ് ഇൻറ്റു log xൻ്റെ ടോട്ടൽ എഴുതാം. അപ്പോൾ നമ്മളെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ഓഫ് log x ബൈ n. അതായത് ഇവിടെ സിഗ്മ എഫ് ഓഫ് log x എന്ന് പറയുമ്പോൾ എഫ് ഓഫ് log xൻ്റെ ടോട്ടൽ സമ്മ് നമുക്ക് കിട്ടിയുള്ളത് 30.2627 ആണ്. പിന്നെ അതിൻ്റെ n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ n എന്ന് വെച്ചാൽ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ കൗണ്ടാണ്. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുക ഇവിടെ 42 ആണ് നമ്മളെ വാല്യൂ. അപ്പോൾ 30.2627 ബൈ 42 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആൻറ്റി ലോഗ് ഓഫ് 0.7025 ആണ്. അപ്പോൾ നമ്മൾ ആൻറ്റി ലോഗ് ഓഫ് 0.725 എന്ന് കാൽക്കുലേറ്റർ നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 5.254 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും